എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ഇളയദളപതി വിജയ് നായകനായിട്ട് എത്തുന്ന അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സിനിമയാണ് ജനനായകൻ. ഈ ഒരു സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ഒരു സിനിമയിലെ അണിയറ പ്രവർത്തകർ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ട് ഈ പറയുന്ന വിജയ് ആരാധകർ കാത്തിരിക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് എത്തുന്നതായിരിക്കും. ഈ മാസം ജനുവരി 9 തീയതിയാണ് ഈ ഒരു സിനിമ റിലീസിന് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ജനനായകൻ സിനിമ എന്ന് പറയുന്നത് വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും അവസാനത്തെ സിനിമയായിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത് വിജയ് ഫാൻസിനെ സംബന്ധിച്ചുകൊണ്ട് വളരെ വലിയൊരു എക്സ്പെക്റ്റേഷനും അല്ലെങ്കിൽ വലിയൊരു വിജയമായി തീരുമെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ജനനായകൻ സിനിമ ഈ പറയുന്ന ബാലയ്യ നായകനായിട്ടെത്തിയ ഭഗവത് കേസരി എന്ന് പറയുന്ന സിനിമയുടെ റീമേക്ക് ആണെന്ന് പറയുന്നവരുമുണ്ട്. ഈ പറയുന്ന ട്രെയിലറും ടീസറും പോസ്റ്റേഴ്സും കാണുന്ന സമയത്ത് അതിനോട് ബന്ധപ്പെടുന്ന രീതിയിലൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു സിനിമ വിജയ് നായകനായിക്കൊണ്ട് എത്തുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയൊരു വിജയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം ഏകദേശം കൺഫേംഡ് ആണ്. റീമേക്ക് സിനിമകളായിരുന്നു വിജയുടെ ഈ പറയുന്ന സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ട് വന്നിട്ടുള്ളതും. ഈ പറയുന്ന ഗില്ലി മൂവി ആണെങ്കിലും പോക്കിരി ആണെങ്കിലും ആദ്യമാണെങ്കിലും ഈ പറയുന്ന 3 സൂപ്പർ ഹിറ്റ് മൂവികളും വിജയ് റീമേക്ക് ചെയ്ത മൂവി തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ജനനായകൻ മൂവിയെ സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന വിജയ് അടക്കമുള്ള പ്രധാന കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് എത്ര രൂപയാണ് തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് ജനനായകൻ മൂവിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഗൂഗിൾ സൈറ്റുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന മൂവിയിലെ പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് എത്ര രൂപയാണ് തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് പോയി കാണുമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ 1ാമത്തെ പേര് പറയുന്നത് പ്രിയാമണിയാണ്. പ്രിയാമണി ഏകദേശം 65 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് 2ാമത്തെ പേര് പറയുന്നത് ഗൗതം മേനോനാണ്. അദ്ദേഹം ഏകദേശം 50 ലക്ഷം രൂപയാണ് തങ്ങളുടെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ 3ാമത്തെ പേര് പറയുന്നത് നമ്മുടെ മമിത ബൈജു ആണ്. കേരളത്തിൻ്റെ സ്വന്തം മമിത ബൈജു ഈ ഒരു സിനിമയിൽ നിന്ന് തൻ്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് 50 ലക്ഷം രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. വിജയുടെ മകളായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അടുത്തതായിട്ട് 4ാമത്തെ പേര് പറയുന്നത് പ്രകാശ് രാജാണ്. 2 കോടി രൂപയാണ് അദ്ദേഹം തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് 5ാമത്തെ പേര് പറയുന്നത് പൂജ ഹെഡേജ് ആണ്. ഏകദേശം 4 കോടി രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് 6ാമത്തെ പേര് പറയുന്നത് ബോബി ഡിയോൾ ആണ്. ബോബി ഡിയോൾ ഈ ഒരു സിനിമയിൽ തൻ്റെ വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് 6 കോടി രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ഇളയദളപതി വിജയ് ഏകദേശം 250 കോടി രൂപയാണ് തൻ്റെ അവസാന ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നതിന് പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന 7 താരങ്ങളാണ് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഇളയദളപതി വിജയനെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളത്തെ ഈ പറയുന്ന സിനിമാ ജീവിതം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള നായകന്മാരെ അപേക്ഷിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തനാണ് വിജയ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ഒരേ ഒരു ആക്ടറാണ് ഈ പറയുന്ന വിജയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. എന്തുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഏറ്റവും അവസാനത്തെ ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിജയ് ആരാധകർ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് ഈ ഒരു സിനിമ കണ്ട് വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇളയദളപതി വിജയുടെ ഈ പറയുന്ന ജനനായകൻ എന്ന് പറയുന്ന തൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സിനിമയെന്ന് പറയപ്പെടുന്ന ജനനായകൻ തീർച്ചയായിട്ടും ഒരു വലിയൊരു വിജയമായിട്ട് മാറട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്